जो तू नहीं तो ऐसा मैं चेहरा के जिसकी खूबसूरती मांग पड़ी हो ऐसा मैं दरिया. ഹേയ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ്. ആക്ച്വലി കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വ്ളോഗാണ്. എനിക്ക് ചെറുതായിട്ട് തൊണ്ടവേദന ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് അത്ര ശരിയല്ല. സോ സൺഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങനെ എല്ലാ സൺഡേയും വരലൊന്നുമില്ല, ഇടയ്ക്കൊക്കെയാണ് വരലുള്ളൂ. അപ്പോൾ ഇതെൻ്റെ മാമാൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് സച്ചു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയതാണ് മഴ, ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പിള്ളേരൊക്കെ ഓരോ പരിപാടിയിലാണ്. ഇതേവിടെ ക്യാരംസ് കളി, കുറേ പേര് അപ്പുറത്ത് കിടന്ന് ഓടുന്നു, അങ്ങനെ ഓരോ പരിപാടിയിലാണ്. മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ സച്ചു വെച്ചു ഷട്ടിൽ ബാറ്റായിട്ട് പുറത്തിട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഞാൻ പോയി ചായ കുടിച്ചിരുന്നു. ആ ക്ലിപ്പ് ഞാൻ എടുത്തില്ല. പിന്നെ ഒരു 11 മണി 11:30 ആയപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ഒരു കായ വറുത്തെടുത്ത് കഴിച്ചു. പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ ആയി മുഖത്ത് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട്, കാരണം മടിയാണ്. പിന്നെ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ ഇടാറൊന്നുമില്ല. ഞാനിത് എപ്പോഴും യൂസ് ആക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഹണിയും കോഫിയും പിന്നെ തൈര് വെച്ചിട്ട്. ഈ ഒരു പാക്ക് ഞാൻ പണ്ട് മുതൽ ചെയ്യണതാണ്. എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നലുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും. എനിക്കൊരു ഗ്ലോ ഒക്കെ തരുന്ന പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പണ്ട് മുതൽ ഇതാണ് യൂസ് ആക്കാറ്. പിന്നെ ഇന്ന് ഹണി ഉണ്ടായിരുന്നില്ല, ഹണി തീർന്നുപോയി. അങ്ങനെ പിള്ളേർ സെറ്റൊക്കെ TV കാണാൻ വേണ്ടിയിരുന്നു. അപ്പം ഞാൻ ആ പാക്കൊക്കെ ഇട്ടു. ഇത് ഇട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്താൽ മതി. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ മന്തി ആയിരുന്നു. പിള്ളേരൊക്കെ വന്നേക്കുമല്ലോ, ഇപ്പോൾ വാവിച്ച് മന്തി മേടിച്ചിട്ട് വന്നു. പിന്നെ ഫുഡ് എന്തെങ്കിലും സ്പെഷ്യലാണെങ്കിൽ നമ്മൾ വേഗം കൈ കഴുകി വന്നിരിക്കുമല്ലോ, ഏത് അറിയാലോ, അതന്നെ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും എൻ്റെ കസിനും അനിയത്തിയും കൂടി ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെ സ്പോട്ടിലൊന്നുമില്ല, എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞങ്ങൾ വന്നില്ലേ, ആ ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കോട്ടൊക്കെ എടുത്തിട്ട് ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരത്തെ വീഡിയോ എടുക്കലിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ നിന്നുള്ളൊരു ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഈ ഒരു ക്യാപ്സിക്കം ബജ്ജിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായ കുരിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ, അവളൊരു അടിപൊളിയാണ്, ഇതാണ് തിന്നിട്ടുണ്ട്, സൂപ്പറാന്നൊക്കെ പറഞ്ഞാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് ഇത് അത്ര വർക്കായില്ല, എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഞാൻ ഓർക്കുന്ന വില പഴംപൊരിയും പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. എൻ്റെ അനിയത്തിക്കും അവൾക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് അത്ര വർക്കായില്ല. പിന്നെ ഒരു ചായയൊക്കെ മേടിച്ചു. കോഫിയാണ് പറഞ്ഞത്. കോഫി അടിപൊളിയായിരുന്നു, ആസ് യൂഷ്വൽ എല്ലാം കോഫി അടിപൊളിയാണല്ലോ. സോ ഞങ്ങൾ കോഫിയെ കുടിച്ചു. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഇരുന്നു. പിന്നെ നല്ല രീതിക്ക് മഴക്കാരങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നതിന് പുതിയ മാമായിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ പിള്ളേരൊക്കെ പോയി. അവരൊക്കെ പോയപ്പോൾ തന്നെ വീട് അങ്ങോട്ട് ഉറങ്ങി. പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ അവരൊക്കെ പോയി. അപ്പോൾ ഞാൻ വന്ന ഒരിക്കലും ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിരുന്ന് കഴിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ കട്ട്ലേറ്റും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ വ്ലോഗൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ ഫ്രൈഡേ ആണ് വ്ലോഗ് എടുക്കുന്നത്, സൺഡേ കഴിഞ്ഞ് ഫ്രൈഡേ. അപ്പോൾ ഞങ്ങളുടെ വാബ്ജി വെള്ളിയാഴ്ച പോകുകയാണ്, ഗൾഫിലോട്ട് തിരിച്ചു പോവാണ്. സോ അന്ന് ഞാൻ പിന്നെ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ വാബ്ജി പോകാൻ വേണ്ടിയിട്ട്, വാബ്ജി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ചക്കവറുത്ത്, കൈവറുത്ത്, മിക്സർ, അണ്ടിപ്പരിപ്പുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ വെള്ളിയാഴ്ച വെളുപ്പിനാണ് വാബ്ജി പോയത്. അപ്പോൾ വാബ്ജി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോയി. ഞാനും ഉമ്മച്ചിയും അനിയത്തിക്കാക്കയും കൂടെയാണ് കൊണ്ടുപോയി വിട്ടത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റി. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ എന്തോ ഉള്ളൂ നമ്മുടെ എയർപോർട്ടിലേക്ക്, നെന്മശ്ശേരി എയർപോർട്ടിലേക്ക്. സോ ഞങ്ങൾ വേഗം വണ്ടി കയറി. അപ്പോൾ വാബ്ജിയുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എന്തോ ആണ്. സോ ഞങ്ങൾ ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും ഇറങ്ങി. വാബ്ജി പോയി. സോ അത് കഴിഞ്ഞ് വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ ഇത്ര ഉള്ളൊരു കുട്ടി വ്ളോഗ്
സോ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ തന്നെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ.